അൽ മുക്താദിർ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരുടെ യോഗം ചേർന്നു. കേസിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. അൽ മുക്താദിർ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരുടെ യോഗമാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയത്. നിക്ഷേപകരുടെ നഷ്ടപ്പെട്ട മുതൽ തിരിച്ചുപിടിക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതികൾ ചർച്ച ചെയ്തു. കൺവീനർ ജാഫർകുട്ടി പ്രമേയം അവതരിപ്പിച്ചു. ഓൾ കേരള അൽ മുക്താദിർ ഇൻവെസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിക്ഷേപകർ പങ്കെടുത്തു. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂട്ടായിട്ട് ഈ പറഞ്ഞ പോലെ ഫിനാൻസ് മിനിസ്റ്റർക്ക് കൊടുക്കാൻ പരാതി കൊടുക്കാനുള്ള രീതി നോക്കണം. അതിന് നമ്മുടെ എംപിമാരെയും കേന്ദ്രമന്ത്രിമാരെയൊക്കെ വീണ്ടും കാണുക. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്ന അതിന് ഇനിയിപ്പോ ഈ കേസ് എല്ലാരും വീണ്ടും LLP ആക്കും. അത് ജനുവരി ആകുമ്പോഴത്തേക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് വീണ്ടും ഇത് തണുത്ത് ആ സെക്രട്ടേറിയറ്റ് പറഞ്ഞു കഴിഞ്ഞ് ഇതിനകത്ത് പ്രധാനപ്പെട്ടവർ പോയി ഈ വീണ്ടും DGP ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയൊക്കെ കാണുന്നതല്ലാതെ ഇതിനകത്ത് വേറെ ആരും ഈ ഗ്രൂപ്പ് വഴി എന്തോ കാര്യങ്ങളൊന്നും മാത്രമേ അറിയുന്നുള്ളൂ. ഇതിനകത്ത് ഒരുമിച്ച് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഇതിനകത്ത് നമ്മളെ നഷ്ടപ്പെട്ട പണവും സ്വർണവും നമുക്ക് എടുക്കാൻ പറ്റൂ. കരുനാഗപ്പള്ളി അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ നേതാക്കളായ അഷ്റഫും ഷാനവാസും വിദേശത്ത് ഒളിവിൽ താമസിക്കുന്ന ഒന്നാം പ്രതി മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം, രണ്ടാം പ്രതി അബ്ദുൽ നാസർ ഹാദി എന്നിവരുടെ അറസ്റ്റ് വൈകുന്നതിൽ യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഒക്ടോബറിൽ സൂററ്റിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടിയ ഫോറം അംഗം നസീൻ ബീവിയെ ഹസീന, ഫൗസിയ എന്നിവർ ചേർന്ന് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.